എങ്കിൽ ക്ലൂ തരാം. ഓക്കെ, സബ്സ്ക്രൈബ് ക്ലൂ ചെയ്യണം, ക്ലൂ അതുപോലെ ലൈവിൽ കമന്റ് ഇടുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മറ്റേ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. ഈ ലൈവിന്റെ ഇങ്ങേറ്റത്ത് ഒരു ഡോളറിന്റെ ചിഹ്നം കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. ക്ലൂ തരാന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നു. മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് മലപ്പുറം. തോന്നിയായിരുന്നു, ഓക്കെ. കാരണം മുമ്പ് ലൈവില് ഒരു പരപ്പനങ്ങാടി വന്നപ്പോൾ മലപ്പുറം ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ബ്രോ ബ്രോ ക്ലൂ ബ്രോസ് പറ. ബ്രോയാണോ സിസ്റ്റർ ആണോ എന്ന് അറിയത്തില്ല. എന്ത് ചെയ്യുവാണ്? പഠിക്കുവാണോ? എന്താണ് ഒറിജിനൽ നെയിം? ഓ, ഇപ്പൊ വരാം. ഞാൻ നിങ്ങൾ അടി വാങ്ങുന്ന കാര്യം പറയുകയായിരുന്നു. അന്ന് ഞങ്ങൾ അടി വാങ്ങുന്ന കാര്യം പറയുകയായിരുന്നു. അടി വാങ്ങുന്ന കാര്യം. ആരടി വാങ്ങുന്നത്? നീ പഠിക്കുകയാണ് 8ാം ക്ലാസ്. ഓക്കെ. ബാക്കി കാണുന്നവരാരും കമ്മി ഇടത്തില്ല. പോയി പി കെ. ശ്രീജു ക്ലൂ തന്നില്ല. ക്ലൂ തന്നിട്ട് ഡിലീറ്റ് ചെയ്തു. ചേച്ചി ഇപ്പം വരും. ചേച്ചി ആരോ വിളിച്ചു അങ്ങോട്ട് താഴോട്ട് പോയിരുന്നു. ചേച്ചി വന്നു. എന്തൊരു ചേച്ചി പോയില്ല, ചേച്ചിനെ താഴെ ഒന്ന് വിളിച്ചു. അമ്മ ഒന്ന് ചേട്ടൻ അമ്മയൊന്ന് പുറത്തോട്ട് പോവാണ്, അപ്പൊ അതിന്റെ കാര്യം പറയാൻ വേണ്ടി. അയ്യോ, ശ്രീജു ആ ക്ലൂ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ വരാട്ടാ. ഞാൻ വരാൻ വേണ്ടിട്ടായിരുന്നു നീ പോവാൻ നിക്കുന്നത്. എന്തുവാണ്ട ഇത്? ചേച്ചി പോയോ? ലൈവ് ചേച്ചി വന്നപ്പോ പോയോ? ഓക്കെ, ഞാൻ വരാട്ടാന്ന്. പഠിക്കുകയാണോ? ഓക്കെ, എന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ? ഓക്കേടാ. എന്താണ് കറക്റ്റ് നെയിം? ഈ ബി വി എന്താ പേരെന്താ കറക്റ്റ്? ലൈവ് കാണുന്നവരാരെങ്കിലും ഞങ്ങളെ ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ മെസ്സേജും ശരിയാ, അപ്പൊ പോകുന്നു. കമന്റ് ചെയ്യുക. ചേച്ചിക്കുട്ടി എന്താണ് ശ്രീജു പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീജു ശരിയാ, അപ്പോൾ പോകുന്നു. എന്ത് ക്ലൂ വരെ തന്നോ? ക്ലൂ തന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്കങ്ങ് പ്ലീസ്. കിട്ടിയില്ല. എന്ത് പറഞ്ഞു ശ്രീജു? അന്ന് അടി വാങ്ങുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അതെന്തുവായിരുന്നു? നിങ്ങൾ നൈറ്റ് ലൈവ് കയറിയപ്പോഴത്തേക്ക് വല്ലതും ആണോ? അല്ല, അത്രേ ക്ലൂ പറഞ്ഞുള്ളൂ. എടാ, ഞാൻ ടീ കുടിക്കത്തില്ല, ഞാൻ ചായ കുടിക്കത്തില്ല. നീ പോയി ചായ കുടിച്ചോ. നീ എന്റെ ലൈവിൽ കണ്ടിട്ടില്ല ഞാനൊരു കട്ടൻ ചായ കുടിക്കുന്നത്. കട്ടൻ ചായ ഞാൻ കുടിക്കത്തുള്ളൂ, എനിക്ക് ഇഷ്ടമല്ല ചേച്ചി. ചേച്ചി ബിരിയാണി ഉണ്ടാക്കും. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, സത്യമായിട്ടുള്ള ബിരിയാണി മറുപടിയാണ്. ഉണ്ടാക്കിയിട്ടില്ല. ബിരിയാണി അവർക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കി അറിയില്ല. ഇല്ല, അവർക്ക് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കി അറിയില്ല. നോക്കണം ആഗ്രഹമുണ്ട്, പക്ഷേ ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ല. ഭാവിയിൽ അവസരം ചിലപ്പോൾ കിട്ടിയാൽ നമ്മുടെ നമ്മളെല്ലാം ചാനലിൽ ഇളകി എങ്ങനെ പോകും. വല്ലതും വന്നാലോ. എന്താ നീ ഉണ്ടാക്കി എന്താ കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇളകി പോകും. ഓ ഓ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡും നിങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. പോരെ, ഉണ്ടാക്കണ്ട. പിന്നെ നീ എന്തിനാണോ ചോദിച്ചത്? എന്തിനാ ചോദിച്ചത് നീ? ഓടിക്കോ നിശാന്ത്. ഓടിക്കോ ശരിയാ, നിശാന്ത് ബ്രോ. ഓടിക്കോളാം. ഓടിക്കോ. ആയിക്കോട്ടെ. ഒരു ബക്കറ്റ് കൊണ്ടാൽ ഓടേണ്ടി വരും കഴിയണമെങ്കിൽ. നമ്മുടെ ഇപ്പൊ ഉള്ള ആൾക്കാരുടെ നമ്പേഴ്സ് തിരിച്ചിട്ട് നമ്മുടെ ലൈക്ക് ആവും, കണ്ടോ? ശരിയാ. ഇതിനെക്കാളും എപ്പോഴും ഇതുപോലത്തെ ഈ കുഴഷ്ട മുത്തിയിലാ തോന്നുന്നത്. എന്ത് ഫുഡ് എന്ത് ഉണ്ടാക്കും? ഫുഡ് ഉണ്ടാക്കും? നോർമൽ എന്ത് ഫുഡ് ഫുഡ് ഉണ്ടാക്കും, ഉണ്ടാക്കണം? ചോറും കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും. സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ബിരിയാണി മതി അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല, അതാണ് കാര്യം. നമ്മളൊരു സാധനം അറിയാന്ന് കാണുന്നത് പറയുമ്പോൾ ലൈക്ക് കൂടെ നമ്മളത് ചെയ്തോണ്ടേ. ഉണ്ടാക്കി അറിഞ്ഞിരിക്കണമല്ലോ. ഞാൻ ഉണ്ടാക്കി അറിഞ്ഞിട്ടില്ല, ഐ മീൻ ഉണ്ടാക്കി ആർക്കും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 40 ഒരു പേര് ആൾക്കാരും ലൈവ് കമന്റ് ചെയ്യുന്നില്ല. കാണുന്നുണ്ട്. എല്ലാം ഉണ്ടാക്കും, ബട്ട് അതെ ഞാനും ഉണ്ടാക്കും. ഞാനും ഏ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും, ബട്ട് ഉണ്ടാക്കും അതെ ബട്ട് അതേ ഞാനും ഉണ്ടാക്കും. ഞാനും ഉണ്ടാക്കും. അതെന്തുവാ? മനസ്സിലായില്ലടാ. ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ ചേച്ചി? ഉണ്ടാവില്ലല്ലേ ടേസ്റ്റ് ചേച്ചി? അത് ഉണ്ടടാ, ശരിയാണ്. ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ കുഴപ്പമില്ലാത്ത വേണ്ട, ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട്. ഒന്നും ഇല്ലടാ. ചുമ്മാ പറയുന്നത്. ടേസ്റ്റ് ഇല്ല. നമ്മൾ തന്നെ പുറത്തുനിന്നാണ് മേടിച്ച് കൊടുക്കുന്നത്.
ഓ ആയി.